ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻസ്പയർ. വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് 2024 പരിഷ്കരിച്ച SCRT പാഠഭാഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിനകം തന്നെ പല ടോപ്പിക്സിലെയും SCRT ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്കണോമിക്സ് പോലുള്ള ചില ഏരിയാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 2024 SCRT 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാഠപുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പാഠഭാഗം കംപ്ലീറ്റ് ചെയ്യാം. തൊഴിൽ വൈവിധ്യങ്ങൾ എന്നാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ പേര്. സോ ഇത് എക്കണോമിക്സിൽ നിന്നുള്ളതാണ്. തൊഴിൽ വൈവിധ്യങ്ങൾ അല്ലെ, എക്കണോമിക്സിലെ ഒരു പാഠമാണ്. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി തോട്ടം നനയ്ക്കുന്നതും, അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയല്ല, അതേ കുട്ടിക്ക് തന്നെ സമ്മാനം കൊടുക്കുന്നതും. അപ്പോൾ തോട്ടം നനച്ചത് കൊണ്ടാണ് ഇവിടെ പിതാവ് സമ്മാനം കൊടുക്കുന്നത്. അപ്പൊ കീർത്തി എന്ന് പറയുന്ന കുട്ടി തോട്ടം നനച്ചതുകൊണ്ട് അച്ഛനും അമ്മയും സമ്മാനം കൊടുത്തതായിട്ട് ഇവിടെ പറയുന്നു. അതേപോലെ തന്നെ മറ്റൊരു കുട്ടി, തേജസ് എന്ന് പറയുന്ന കുട്ടി, ഡ്രസ്സൊക്കെ അടുക്കി വെച്ചത് കൊണ്ട് അച്ഛനും അമ്മയും സമ്മാനം കൊടുത്തു. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലങ്ങളിലും ഇവർ ജോലി ചെയ്തതിൻ്റെ സമ്മാനം കൊടുത്തു, അഥവാ ജോലി ചെയ്തതിന് കൂലി കൊടുത്തു എന്ന രീതിയിൽ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. 5ാം ക്ലാസ്സിലെ കുട്ടിയാണല്ലോ. അപ്പോൾ ഒരു ജോലി ചെയ്താൽ നമുക്ക് അതിൽ നിന്നും ഒരു റിവാർഡ് കിട്ടും, പ്രതിഫലം കിട്ടും എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി ഇവിടെ ചിത്രങ്ങളിൽ പലതരത്തിലുള്ള ജോലികൾ കൊടുത്തിട്ടുണ്ട്. ഒരു അധ്യാപിക ക്ലാസ് എടുക്കുകയാണ്, അതൊരു സേവനമാണ്. ദെൻ ഒരു പച്ചക്കറിക്കാരൻ സാധനങ്ങൾ വിൽക്കുകയാണ്. ദെൻ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് കുട്ടികൾ ഇരുന്ന് കളിക്കുകയാണ്, വിനോദമാണ്. ദെൻ ഇവിടെ ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് സേവനം ചെയ്യാണ്. ദെൻ കുട്ടികൾ പഠിക്കുന്നു, കുട്ടികൾ കളിക്കുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രതിഫലം കിട്ടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ കണ്ടു. കച്ചവടം കണ്ടു, സേവനം കണ്ടു, വിനോദം കണ്ടു. ഇതിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അധ്യാപനത്തിന് കിട്ടും, അതുപോലെ തന്നെ കച്ചവടത്തിന് കിട്ടും അല്ലെ, അതേപോലെ ഡോക്ടറിന് കിട്ടും, ആതുര സേവനത്തിന് കിട്ടും. എന്നാൽ ഇതിൽ പ്രതിഫലമില്ല. സമ്മാനം കിട്ടുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വിനോദങ്ങൾക്കും കായിക പ്രവർത്തനങ്ങൾക്കും പ്രൈമറിലി അതിന് കിട്ടുന്നത് എന്താണ്? റിവാർഡാണ് അല്ലെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അപ്പോൾ SCRT പഴയ പാഠപുസ്തകത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അവിടെ നമ്മൾ സമ്മാനത്തെക്കുറിച്ചല്ല പ്രതിഫലത്തെക്കുറിച്ചാണ് ഡയറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സമ്മാനവും ചിലതിന് പ്രതിഫലവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സമ്മാനം കിട്ടും, ചിലതിന് പ്രതിഫലം ലഭിക്കും. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു. അപ്പൊ ഡോക്ടറിന്, കച്ചവടക്കാരന്, നേഴ്സിന്, ടീച്ചറിന് അവർ ചെയ്യുന്ന സേവനത്തിന്റെ പ്രതിഫലമായിട്ട് പണം ലഭിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വരുമാനം? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം. അപ്പൊ നമ്മളൊരു സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, നമ്മളൊരു ജോലി ചെയ്യുന്നു. സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ അതിന് നമുക്ക് ഒരു നിശ്ചിത കാലയളവ്, അതൊരു ദിവസമാകാം, മണിക്കൂറാകാം, ആഴ്ചകളാകാം, മാസമാകാം അല്ലെ. ശമ്പളം എന്ന് പറയുന്നത് മാസത്തിൽ തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ ഡെയിലി വേജസ് ഒക്കെ കേട്ടിട്ടുള്ളതാണ്. അതേപോലെ പെർ അവർ സാലറി കിട്ടുന്ന ജോലികളും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കാൻ ആ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ കുട്ടികൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാനത് വായിക്കുന്നില്ല, കാരണം അത് കുട്ടികൾക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് അത് കൊടുത്തിട്ടുള്ളത്. ദെൻ പഠിപ്പ് തീർന്നാൽ എന്ന് പറയുന്ന ഒരു കവിത പോലുള്ള ഈ ഒരു സെന്റൻസ് എഴുതിയിരിക്കുന്നത്, ഈ ഒരു ഭാഗം എഴുതിയിരിക്കുന്നത് NV കൃഷ്ണവാര്യരാണ്. അതുകൂടി ഓർക്കുക കേട്ടോ. പഠിപ്പ് തീർന്നാൽ എന്ന് പറയുന്ന ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് NV കൃഷ്ണവാര്യരാണ്. ഇവിടെ പല കുട്ടികളോടും ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ പല കുട്ടികളും പല രീതിയിലുള്ള മറുപടി കൊടുക്കുന്നതായിട്ടാണ്
ഞാൻ അധ്യാപകനാകും, കർഷകനാകും, പട്ടാളക്കാരനാകും, കച്ചവടക്കാരനാകും എന്ന തരത്തിലുള്ള ആൻസേഴ്സ് ഒക്കെ അവിടെ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പൊ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം എന്തൊക്കെ ചെയ്യും? അപ്പൊ ഈ തൊഴിലുകളെ കുറിച്ചുള്ള ഈ കവിത എഴുതിയിരിക്കുന്നത് കൃഷ്ണവാര്യരാണെന്ന് പ്രത്യേകം ഓർക്കുക. വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. പഠിപ്പു തീർന്നാൽ എന്ന കവിത എഴുതിയിരിക്കുന്നത് കൃഷ്ണവാര്യരാണ്, പഠിച്ചു വെക്കുക. ദെൻ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. എന്താണ് തൊഴിൽ എന്ന് ചോദിച്ചാൽ, വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. അപ്പൊ നമുക്ക് കായികാധ്വാനം വേണ്ടി വരുന്ന ജോലികളുണ്ട്, എന്നാൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടി വരുന്ന ജോലിയുണ്ട്, അല്ലെ? IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ കൂടുതൽ ബൗദ്ധികമായിട്ടാണ് പണിയെടുക്കുന്നത്. ഇനി ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ കായികമായിട്ടാണ് ജോലി ചെയ്യുന്നത്, കായികമായിട്ടാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് എങ്കിലും അവരുടെ ഫോക്കസ് എന്തായിരിക്കും? വരുമാനമാണ്. അപ്പൊ വരുമാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് കായികമാകട്ടെ ബൗദ്ധികമാകട്ടെ, ഫിസിക്കൽ ആകട്ടെ ഇന്റലക്ച്വൽ ആകട്ടെ, അതിനെ നമ്മൾക്ക് തൊഴിൽ എന്ന് പറയാം. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. അപ്പൊ തൊഴിലിന്റെ പ്രതിഫലം കൂലിയാണ് അല്ലെങ്കിൽ ശമ്പളമാണ്. എന്താണ് കൂലി, എന്താണ് ശമ്പളം എന്ന് നമുക്ക് നോക്കണം. കഴിഞ്ഞ പാഠപുസ്തകങ്ങളിൽ റിവൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ കൂലി ശമ്പളം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഒരു വേർതിരിവ് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയുടെ പ്രധാന വരുമാന മാർഗം തൊഴിലാണ്. ഒരു വ്യക്തിയുടെ പ്രധാന വരുമാന മാർഗം തൊഴിലാണ്. പ്രസ്താവനയിൽ വരാം, വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗം തൊഴിലാണ്. ഇനി കൂലിയും ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. കരാറ് പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. അപ്പൊ ഇവിടെ ഒരു കരാറുണ്ടാകും. കരാറ് പ്രകാരമുള്ള സേവനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് കൂലി കിട്ടും. മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കരാറ് ചിലപ്പോൾ ചില മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? കൂലി കൊടുക്കുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. അപ്പോൾ നമുക്ക് സ്ഥിര ജീവനക്കാരുണ്ടാകും. അപ്പൊ അവർക്ക് ഓരോ മാസത്തിൽ നമ്മൾ കൊടുക്കുന്നത് സ്ഥിര ജീവനക്കാരനാകണമെന്നില്ല, നമ്മൾ പ്രതിമാസത്തിലാണ് ആ ഒരു സാലറി കൊടുക്കുന്നത് എങ്കിൽ അത് ശമ്പളമാണ്. ഇനി നിങ്ങളൊക്കെ സർവീസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ശമ്പളമാണ്, അല്ലെ? കൂലിയല്ല. ഇനി കുട്ടികളോട് പറയുന്നുണ്ട് കുടുംബാംഗങ്ങളും അവരുടെ തൊഴിലും ഒക്കെ എഴുതാൻ പറയുന്നുണ്ട്. അത് അവർ കുട്ടികൾ ചെയ്യട്ടെ, നമുക്ക് തിയറീസിലേക്ക് വരാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വരുമാനം കിട്ടുന്ന സ്രോതസ് അത് കച്ചവടം ആണോ തൊഴിലാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്? തൊഴിലാണ്, അല്ലെ? തൊഴിൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കച്ചവടമൊക്കെ തൊഴിലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കൺഫ്യൂസ് ആകരുത്. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗം തൊഴിലാണ്. അപ്പൊ നമുക്ക് വരുമാന സ്രോതസ്സുകളെ കുറിച്ച് നോക്കാം. വരുമാന സ്രോതസ്സുകൾ പഴയ SCERT പാഠഭാഗത്തിലും വരുമാന സ്രോതസ്സുകൾ എന്ന ഹെഡിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണ്. തൊഴിലുകൾ, ആ തൊഴിലുകളിൽ ഉൾപ്പെടുന്നതാണ് കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ. ഇതെല്ലാം വരുമാനം കിട്ടാവുന്ന മാർഗങ്ങളാണ്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. അപ്പൊ നമുക്ക് വരുമാനം ലഭിക്കാൻ കാരണമാകുന്ന അധ്വാനം അല്ലെങ്കിൽ വസ്തുവകകൾ, നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളവിടെ പ്രവർത്തനം ചെയ്യുന്നില്ല, അത് നമ്മുടെ വസ്തുവകയാണ്, അല്ലെ? ആ നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? പലിശ കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആസ്തി നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? വാടക കിട്ടുന്നു. അപ്പൊ വരുമാന സ്രോതസ്സാകുമ്പോൾ പ്രവർത്തനങ്ങളാകാം, വസ്തുവകകളും ആകാം. ഓക്കെ അല്ലേ? ഇനി ആസ്തി, വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്ന് പറയുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണമാണ്. അപ്പൊ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സുകളെ, ധനവിഭവങ്ങളെ കുറിച്ച് നമുക്ക് അസറ്റ്, ആസ്തികൾ എന്ന് പറയാൻ കഴിയും. സോ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ എഴുതി കൊടുക്കാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൊഴിൽ ഒരു വരുമാന സ്രോതസ്സാണ്, നിക്ഷേപങ്ങൾ ഒരു വരുമാന സ്രോതസ്സാണ്, അല്ലെ? ആസ്തി ഒരു വരുമാന സ്രോതസ്സാണ്. ഇവിടെ എല്ലാം പറയുന്നുണ്ട്. കൃഷി, ബിസിനസ്, ഇതെല്ലാം
ഒരു വരുമാന സ്രോതസ്സുകളാണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്നത് വിളയാണ് അല്ലെ, കൃഷിയിൽ നിന്ന് വിളയാണ് കിട്ടുന്നത്. തൊഴിലിൽ നിന്ന് നമുക്ക് കൂലിയോ ശമ്പളമോ കിട്ടും. ബിസിനസ് ചെയ്താൽ ലാഭം കിട്ടും. ബാങ്ക് നിക്ഷേപത്തിന് പലിശ കിട്ടുന്നു. ആസ്തികൾ അഥവാ കെട്ടിടം, ഭൂമി എന്നിവയ്ക്ക് നമുക്ക് വാടകയോ അല്ലെങ്കിൽ പാട്ടം കിട്ടുന്നു. ഓഹരി നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയാണ്. അവിടെ നമ്മൾ കൃഷി എന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ കൃഷിക്ക് കിട്ടുന്ന വരുമാനം വിളയാണ്. തൊഴിലിന് കിട്ടുന്നത് കൂലി അല്ലെങ്കിൽ ശമ്പളമാണ്. ബിസിനസ്സിന് കിട്ടുന്നത് ലാഭമാണ്. ബാങ്ക് നിക്ഷേപത്തിന് കിട്ടുന്നത് പലിശയാണ്. ആസ്തികൾക്ക് കിട്ടുന്നത് വാടക അല്ലെങ്കിൽ പാട്ടമാണ്. ഓഹരി നിക്ഷേപങ്ങൾക്ക് കിട്ടുന്നത് ലാഭവിഹിതമാണ്. നിർബന്ധമായിട്ടും ഇത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വ്യക്തി വരുമാനവും കുടുംബ വരുമാനവും. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തി തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. അപ്പൊ ഒരു വ്യക്തിക്ക് തന്നെ പല തരത്തിലുള്ള വരുമാനം കിട്ടും. ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. അപ്പൊ ഒരു വ്യക്തിക്ക് തന്നെ പലതരത്തിൽ വരുമാനം കിട്ടാം. ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. അപ്പൊ ജോലി ചെയ്തും അതല്ലാതെയും വസ്തുവകകളിലൂടെ ആസ്തികളിലൂടെയൊക്കെ വരുമാനം കിട്ടും. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. അപ്പൊ എന്താണ് വ്യക്തിഗത വരുമാനം? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകൾ, അപ്പൊ തൊഴിലാകാം, അല്ലെങ്കിൽ നിക്ഷേപങ്ങളാകാം, ആസ്തികളാകാം, അതിൽ നിന്നെല്ലാം കിട്ടുന്ന എല്ലാ വരുമാനങ്ങളും കൂട്ടിച്ചേർത്താണ് ഒരു വ്യക്തിയുടെ വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ജോലിക്ക് കിട്ടുന്ന കൂലി അല്ലെങ്കിൽ ശമ്പളം മാത്രമല്ല വരുമാനം, അവന് ഏതൊക്കെ മാർഗത്തിലൂടെ വരുമാനം കിട്ടുന്നുണ്ടോ അതെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നു. ഓക്കെ അല്ലെ? എന്നിട്ട് കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളുടെ വരുമാന സ്രോതസ്സുകളൊക്കെ കണ്ടെത്താൻ പറയുന്നുണ്ട്. ഇനി ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും നിശ്ചിത കാലയളവിലുള്ള വരുമാനത്തെ നമുക്ക് കുടുംബ വരുമാനം എന്ന് പറയാം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. ഇനി തൊഴിലുകൾ പലതരത്തിലുണ്ട്. ഇവിടെ ചിത്രത്തിൽ കണ്ടില്ലേ, ഇത് ആതുര സേവനമാണ് അല്ലെ, ഹോസ്പിറ്റലാണ്. ദെൻ ഇത് ഫാമിംഗ് ആണ്, കാലിത്തൊഴുത്ത്, കാലി വളർത്തലാണ്. ദെൻ ഇവിടെ ഒരു അധ്യാപകൻ, ഡ്രൈവർ, കർഷകൻ, അഡ്വക്കേറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള തൊഴിലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തൊഴിലുകൾ പലതരത്തിൽ. ഒന്ന് കാർഷിക തൊഴില്, കാർഷികേതര തൊഴിലുകൾ. കാർഷിക തൊഴിൽ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ അല്ലെ? അപ്പൊ കാർഷിക തൊഴിലുകൾ എന്ന് പറയുമ്പോൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ തന്നെയാണ്. അത് കൂടുതൽ വിശദീകരിക്കാനില്ല. ഇനി ഇവിടെ താഴെ പറയുന്ന കണക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം ഇത് 2022-23 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇന്ത്യയിലെ മൊത്തം തൊഴിലുകളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 46.5% കൃഷിയും കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ശതമാനം 46.5. ഇനി കാർഷികേതര തൊഴിലുകൾ എന്ന് പറയുമ്പോൾ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും നമുക്ക് ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും അഥവാ വ്യവസായം, വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വിവിധ തരം സേവനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അധ്യാപനം, അതേപോലെ ഡോക്ടേഴ്സ്, അതെല്ലാം വരും. അപ്പൊ വസ്ത്ര നിർമ്മാണം അത് വ്യവസായമാണ്, കെട്ടിട നിർമ്മാണം വ്യവസായമാണ് അല്ലെ. ദെൻ ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഈ കാർഷിക തൊഴിൽ ഇത് നമുക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ആകാൻ സാധ്യതയില്ല. കാരണം അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സോ ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. കാർഷിക തൊഴിലുകൾ എന്തൊക്കെ, കാർഷികേതര തൊഴിലുകൾ എന്തൊക്കെയെന്ന് പട്ടികപ്പെടുത്താനാണ്. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ അതൊന്ന് പട്ടികപ്പെടുത്താൻ ശ്രമിക്കുക. ദെൻ സ്വയം തൊഴിൽ, നമുക്ക് സ്വന്തമായിട്ട് തൊഴിലുകൾ കണ്ടെത്താൻ കഴിയും അല്ലെ. ഇതൊക്കെ പുതിയ ഏരിയാസ് ആണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പരിഷ്കരിക്കുന്നതിന് മുമ്പുള്ള പാഠഭാഗത്തിലൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. സിബിയുടെ മാതാപിതാക്കൾ സ്റ്റാർ പിക്കിൾസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടത്തുകയാണ്. സ്വന്തമായി തൊഴിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ സഹായത്തോടു കൂടി തുടങ്ങിയ ഈ തൊഴിൽ സംരംഭം ലാഭകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സിബിയുടെ കുടുംബത്തിന്റെ വരുമാന മാർഗം എന്നതിനൊപ്പം 10ഓളം കുടുംബങ്ങൾക്ക് ഈ സംരംഭത്തിലൂടെ തൊഴിൽ ലഭിക്കുന്നു കേട്ടോ. അതില്ലായിരുന്നു എന്നുള്ളത് എന്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. ഒരുപക്ഷെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പൊ ഇതില് തൊഴിൽ സംരംഭങ്ങൾ വ്യക്തികൾ ഒറ്റയ്ക്കും കൂട്ടായും നടത്താറുണ്ട് അല്ലെ. ഒരു വ്യക്തി ഒറ്റയ്ക്കും നടത്താറുണ്ട്, കൂട്ടത്തിൽ നടത്താറുണ്ട്. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു തൊഴിലുടമയുടെ നിയന്ത്രണം ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലിപ്പോ വീട്ടിലെ ഊണ് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കച്ചവടങ്ങൾ ഇപ്പോൾ വളരെയധികം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സ്വയം തൊഴിലാണ്. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെയും എല്ലാം ഉത്തരവാദിത്തവും നിർവഹിക്കുന്നു. അപ്പൊ മുതലാളിയും തൊഴിലാളിയും അയാൾ തന്നെയായിരിക്കും. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. കാരണം അവിടെ പണിക്കാരുണ്ട് എങ്കിൽ അതനുസരിച്ച് അവിടെ ചെലവ് കൂടുകയാണ്. അതിലേക്കുള്ള ഒരു രീതിയിലേക്കൊന്നും അവർ വളർന്നിട്ടുണ്ടാവില്ല. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. കാരണം അവർ തന്നെയാണല്ലോ അതിന്റെ നടത്തിപ്പും മറ്റു കാര്യങ്ങളും ചെയ്യാം. നിങ്ങളുടെ പ്രദേശത്ത് അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടോ എന്ന് ഒക്കെ അന്വേഷിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ പലചരക്ക് കടകൾ, അതേപോലെ തയ്യൽ ജോലി ചെയ്യുന്ന ആളുകൾ, നെയ്ത്തുകാര്, അച്ചാറ്, അതുപോലുള്ള ചെറിയ യൂണിറ്റുകളുണ്ടല്ലോ, ബാഗ് നിർമ്മാണം, ഇതൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ചില സ്വയം തൊഴിൽ പദ്ധതികളാണ്. ഒന്ന് നവജീവൻ പദ്ധതി, അത് മുതിർന്ന പൗരർക്ക് വേണ്ടിയുള്ളതാണ്. നവജീവൻ പദ്ധതി മുതിർന്ന സീനിയർ സിറ്റിസൺസിനുള്ളതാണ്. ദെൻ കൈവല്യ ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. ശരണ്യ വനിതകൾക്ക്. അപ്പൊ 3 നിർബന്ധമായിട്ടും പഠിക്കുക. സ്വയം തൊഴിൽ പദ്ധതികളാണ്. നവജീവൻ പദ്ധതി മുതിർന്ന പൗരർക്കുള്ളതാണ്. കൈവല്യ ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. ശരണ്യ വനിതകൾക്കുള്ളതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്വയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട 2 അനുഭവങ്ങൾ പറയുന്നുണ്ട്. ചായ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം. മലപ്പുറം ജില്ലയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച അനു സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചത്. വീട്ടിലെ ചായ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. ക്രമേണ ആവശ്യക്കാർ കൂടി വന്നു. ഇന്ന് 60ഓളം ഇനം പലഹാരങ്ങൾ നിർമ്മിച്ചു വിൽക്കുന്നു. വർഷത്തിൽ 11 കോടിയോളം രൂപയുടെ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് ക്ലിക്കായി കഴിഞ്ഞാൽ നമുക്കറിയാം കച്ചവടത്തിന്റെ കാര്യം. ആവശ്യക്കാർ കൂടി കഴിഞ്ഞാൽ കച്ചവടം വളരും. ഇതുപോലെ തന്നെ പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്ന വീട്ടമ്മ പെയിന്റിംഗ് ഹോബിയായ ബിസിനസ് തലത്തിലേക്കുള്ള കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്, സ്വയം സംരംഭകയാണ് സജിത. ഫാബ്രിക് പെയിന്റിംഗ് ആണ് ബിസിനസ്. സാരി, ഷർട്ട്, ചുരിദാർ, കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയിൽ മനോഹരമായി പെയിന്റിംഗ് ചെയ്ത് അതൊരു ഹോബി എന്ന നിലയിൽ ആരംഭിച്ചു. പിന്നീട് അത് വളർന്നു പ്രതിമാസം 50,000 രൂപ വരെ സമ്പാദിക്കുന്നു. അപ്പൊ മുകളിൽ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമായ തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന നിങ്ങളുടെ ആഗ്രഹം ഒരു സർക്കാർ ജോലിയാണ്, അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന ഒരു തൊഴിലാണ്. അത് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഏവർക്കും എല്ലാവിധ വിജയാശംസകളും. നന്ദി.